ബ്ലൂ എക്കോണമി കേരള സമുദ്ര മിഷൻ എന്നുള്ളൊരു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. മിഷൻ സമുദ്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ ചീഫ് മിനിസ്റ്ററുടെ ഡ്രീമും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുമാണ്. നിരവധി ആൾക്കാർ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഈ എക്സിം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിന് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സർവീസിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി വേണ്ടത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ വരും നാളുകളിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനം ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൻ്റേതായൊരു സ്ട്രക്ചറുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കേരളത്തിലെ ഏക തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ. അതായത് ഞാൻ കേരള സമുദ്ര മിഷൻ എന്നുള്ള തരത്തിലും ബ്ലൂ എക്കോണമി എന്നുള്ളൊരാശയത്തിന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ബ്ലൂ എക്കോണമി കേരള സമുദ്ര മിഷൻ എന്നുള്ളൊരു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. മിഷൻ സമുദ്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ ചീഫ് മിനിസ്റ്ററുടെ ഡ്രീമും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുമാണ് ഈ പറയുന്നത്. അതിനകത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷേ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററുടെ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും മിഷൻ സമുദ്രയും മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നിരവധി നിർദ്ദേശങ്ങളും നിരവധി കാര്യങ്ങളും വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് പറയാം. ഈ വിഴിഞ്ഞം തുറമുഖത്തിലെ എക്സിം ട്രേഡ് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിരവധി പാർട്ടികൾ ആണ് ഈ എക്സിം ട്രേഡിനകത്തിൽ വരുന്നത്. സാധാരണ തൊഴിലാളികൾ, ട്രക്ക് ഡ്രൈവർമാർ, ലോഡിംഗ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, തൊഴിലന്വേഷകർ, എൻ്റർപ്രണേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ലോജിസ്റ്റീഷ്യൻസ്, പോർട്ട്, കസ്റ്റംസ്, ലീഗൽ കമ്മ്യൂണിറ്റി, ഇൻഷുറൻസ് കമ്മ്യൂണിറ്റി, സർവേ കമ്മ്യൂണിറ്റി, പോലീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, പാക്കിംഗ് മാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, ഇൻഡസ്ട്രി പാർക്കുകൾ, CFSകൾ, ഇൻലാൻഡ് വാട്ടർവേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, ചെറുകിട തുറമുഖങ്ങൾ, കസ്റ്റംസ് അതോറിറ്റി, റിസർവ് ബാങ്കിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നവർ, എക്സിം ബാങ്കുകൾ, അതുപോലെ മണി എക്സ്ചേഞ്ചുകൾ, ട്രക്കുകളും ട്രെയിലറുകളുടെയും റിപ്പയറിങ്ങും മറ്റും ചെയ്യപ്പെടുന്നവർ, വർക്ക്ഷോപ്പുകൾ, ചാർട്ടറിംഗ് പാർട്ടികൾ, ഷിപ്പ് ചാനലേഴ്സ്, പോർട്ട് ഏജൻറ്റ്, ഷിപ്പിംഗ് കമ്പനി, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ്, NVOCC, ഇങ്ങനെ പറയാനെങ്കിൽ ഒരു നിരവധി ആൾക്കാർ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഈ എക്സിം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യുന്നത്. സീഫെയേഴ്സ് ഉണ്ട്, ഷിപ്പ് നിർമ്മാണത്തിൽ വരുന്നവരുണ്ട്, നാവിഗേഷൻ്റെ മറ്റ് തലങ്ങൾ നോക്കുന്നവരുണ്ട്, അതുപോലെ ലൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, മൂറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്, പൈലറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളുണ്ട്, റേഡിയോ റൂമുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട്, DGFT ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ഇതിനകത്തിലുണ്ട്, കസ്റ്റംസ് അതോറിറ്റി ഉണ്ട്. അങ്ങനെ നിരവധി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷനെ എല്ലാം പൂള് ചെയ്ത് അതാത് ഓർഗനൈസേഷന് അവരവരുടെ ചെയ്യപ്പെടേണ്ട ഡ്യൂട്ടിക്ക് വേണ്ടി അവരെ കൃത്യമായിട്ട് തയ്യാറാക്കിയാൽ പ്രൊഫഷണലായിട്ട് അന്താരാഷ്ട്ര തലത്തിന് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സർവീസിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി വേണ്ടത്. അതിന് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ ആ മേഖലയിൽ, ബിക്കോസ് നമ്മൾ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ 20 ഫീറ്റ്, 40 ഫീറ്റ്, ഹൈ ക്യൂബ്, ഹെവി ഡ്യൂട്ടി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കണ്ടെയ്നറുകൾ, ബ്രേക്ക് ബൾക്ക് കാർഗോ, ലൂസ് കാർഗോ, അങ്ങനെ വിവിധ തരത്തിലുള്ള കാർഗോകൾ ഈ റോഡ്
മുഖാന്തരം അല്ലെങ്കിൽ റോഡിൽ കൂടെ ഈ പോർട്ടിലെത്തിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ റോഡ് എന്ന് പറയുന്ന അല്ലെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ഡിവിഷൻ ഉണ്ടാക്കുകയും ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ റോഡിന് ഇത്ര മെട്രിക് ടൺ വരെയും കാർഗോ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി, അവിടുത്തെ ബ്രിഡ്ജ്, ടണല്, റൗണ്ട് അബൌട്ട്, 90 ഡിഗ്രി വരുന്ന മൂവ്മെൻറ്റ്, ഇതെല്ലാ കാര്യത്തെയും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകത്തക്ക തരത്തിൽ വളരെ പ്രൊഫഷണലായിട്ട് അവരെ തയ്യാറാക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനെ എങ്ങനെ വേണം. അടുത്തതായിട്ട് അതേ തരത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നല്ല ലോജിസ്റ്റിക് സർവീസ് കൊടുക്കണമെങ്കിൽ സ്കിൽഡ് മാൻ പവർ വേണം. നല്ല പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള മാൻ പവറിനെ അത് IT രംഗത്തും ഡിജിറ്റലൈസേഷൻ്റെ രംഗത്തും ടെക്നിക്കൽ രംഗത്തും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ രംഗത്തും കസ്റ്റംസും നിയമവും ജേർണലിസവും എല്ലാം തയ്യാറാക്കത്തക്ക എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി തൊട്ട് താഴെയറ്റമുള്ള ക്ലാസ് റൂം, നമ്മുടെ സ്കൂൾ ക്ലാസ് റൂം വരെയും വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട തരത്തിലേക്ക് കൊണ്ടുവരണം. ഗവൺമെൻറ് ഇറ്റ്സെൽഫ്, അതായത് ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കടൽ വേണ്ട, നദി വേണ്ട, പുഴ വേണ്ട, ഒന്നുമില്ലാത്ത സാധാരണ ഗ്രാമത്തിലെ വ്യക്തി തൊട്ട് ഉള്ളവർക്ക് ഉൽപ്പാദന രംഗത്തോ തൊഴിൽ രംഗത്തോ ബിസിനസ് രംഗത്തോ വ്യവസായ രംഗത്തോ നിയമരംഗത്തോ മറ്റ് പ്രൊഫഷണൽ രംഗത്തോ ഓപ്പർച്യൂണിറ്റി തുറമുഖം നൽകും. അതിന് ചെയ്യേണ്ടത് നമ്മുടെ 144 നിയമസാമാജികരും നമ്മുടെ എല്ലാ പാർലമെൻറ്റേറിയൻസും, അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും എന്താണ് തുറമുഖം, ആ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൾട്ടിപ്പിൾ സെക്ടർ, എന്താണ് സമുദ്ര മിഷൻ, എന്താണ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ, തൻ്റെ രാജ്യത്ത്, തൻ്റെ സ്റ്റേറ്റിൽ, തൻ്റെ ഗ്രാമത്തിൽ ഒരു വ്യക്തി തൊട്ട് നടത്തപ്പെടുന്ന ഉൽപ്പാദനത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കത്തക്ക തരത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തരത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള അവബോധവും അടിസ്ഥാനപരമായിട്ടുള്ള നോളജും നിയമസഭാ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് നിയമസഭാ തലത്തിൽ നിന്ന് തുടങ്ങി ഗ്രാമപഞ്ചായത്തിലെ സാധാരണ, അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് വരെയും അതിനെ എത്തിക്കാൻ വേണ്ടി മെഷീനറിയെ ഏറ്റവും പെട്ടെന്ന് തന്നെ ചലിപ്പിച്ച് അതിനെ തയ്യാറാക്കണം. അപ്പോഴാണ് ഗ്രാമത്തിൽ നിന്നും കാർഗോ ഉണ്ടാകുന്നത്. ഗ്രാമം തൊട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരുണ്ടാകുന്നത്. ഗ്രാമം തൊട്ട് എങ്ങനെയാണ് 4 ഗ്രാമത്തെ അല്ലെങ്കിൽ 4 പഞ്ചായത്തുകളെ ഒന്നിച്ചു ചേർത്തിട്ട് അതിനെ ഒരു CFS, ട്രഡീഷണലി നമ്മൾ കാണപ്പെടുന്ന പോർട്ട് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കണം. ഗൂഗിളിലും നെറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസുകളിൽ നിന്ന് നാം ചർച്ച ചെയ്തിട്ട് കൊണ്ടുവരുന്നതിന് വ്യത്യസ്തമായിട്ട് ഇനിയും വരാൻ പോകുന്ന 30 അല്ലെങ്കിൽ 50 വർഷക്കാലത്തേക്ക് വരുന്ന ലോജിസ്റ്റിക്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ എക്സ്പെർട്ടൈസായിട്ടുള്ള ഓരോ മേഖലയിലുമുള്ളവരെ മറ്റുള്ള എല്ലാ നിബന്ധനകളും മാറ്റിവെച്ചിട്ട് അവരുടെ കഴിവിനെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് പൂള് ചെയ്യണം. അതിനൊന്നും വലിയ എക്സ്പെൻസ് ഉള്ളതല്ല. പൂള് ചെയ്തിട്ട് ഗവൺമെൻറ് തലത്തിലേക്കുള്ള ഇത്തരത്തിലേക്കുള്ള ട്രെയിനിങ് അവബോധം കൊടുക്കണം. അത് ഭരണകൂടത്തിന് മാത്രമല്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും. എങ്ങനെയാണ് ഒരു പോർട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലീസ് എങ്ങനെ ആക്ട് ചെയ്യണം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ ആക്ട് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഒരു ട്രക്കും ട്രെയിലറും ഓടിക്കപ്പെടുന്ന ഒരാൾക്ക് ഏത് തരത്തിലേക്കുള്ള ലൈസൻസ് കൊടുക്കണം, എങ്ങനെയായിരിക്കണം ഒരു കണ്ടെയ്നർ സ്റ്റഫ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ തൊഴിലാളികൾക്ക് തൊട്ട് നാം ലോഡിങ്ങിനും അൺലോഡിങ്ങിനുമുള്ള ട്രെയിനിങ് പ്രത്യേകം കൊടുക്കണം. വലിയ ട്രക്കുകൾ, ഒരു 40 അടി കണ്ടെയ്നറും അതിനോട് ചേർന്നിട്ട് പോകുന്ന ഒരു ട്രക്കും ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർ എന്തെല്ലാം പ്രിക്കോഷനും മാറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ നാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെ കൊണ്ടുവരണം. ഇതേ തരത്തിൽ തന്നെ നമ്മൾ എന്തിനാണ് പോർട്ട് ഉണ്ടാക്കിയത്? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്രോഡക്റ്റുകളെ ലോക മാർക്കറ്റിൽ എത്തിക്കാൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കൊണ്ടുവരാൻ. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മസാലകൾ, നമ്മുടെ ഫുഡ്, നമ്മളുടെ നാളികേരങ്ങൾ, അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് കൊണ്ടുപോകണം എങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തരത്തിലേക്ക് എക്സ്പോർട്ട് യൂണിറ്റ് എങ്ങനെ തുടങ്ങണം,
BSc അഗ്രികൾച്ചറും MSc അഗ്രികൾച്ചറും കഴിയുന്നവരെയും ഒപ്പം തന്നെ ഈ പിന്നെ വെറ്റിനറി കാര്യങ്ങൾ പഠിക്കുന്നവരെയും എങ്ങനെയാണ് ഈ പറയുന്ന സാധനം ഗ്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കർഷകർക്ക് എങ്ങനെ പിന്നെ ഈ നിർദ്ദേശങ്ങൾ നൽകണം, അവരുൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ ശീതീകരിച്ചോ അതല്ലെങ്കിൽ അതിനെ എങ്ങനെ സൂക്ഷിക്കണം, അതിൻ്റെ സ്റ്റോറേജും വെയർഹൗസിങ്ങും എങ്ങനെയായിരിക്കണം, ഈ പറയുന്ന തരത്തിലേക്കുള്ള വിവിധ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഈ യൂണിവേഴ്സിറ്റികളെ, ഓരോ യൂണിവേഴ്സിറ്റികളെയും 95% നടക്കുന്ന വ്യാപാരം കടൽ മുഖാന്തരമാകുമ്പോൾ ആ വ്യാപാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് ചൈനയിലെ ആൾക്കാർ നേരിട്ട് പോയി സംസാരിച്ചല്ല, അതിൻ്റെ കാർഗോ സ്റ്റഫിങ്ങും അതിൻ്റെ ട്രക്ക് ഡ്രൈവറിങ്ങും ഒഴിച്ചാൽ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ വ്യാപാരം നടക്കുന്നത് കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ്, ഡിജിറ്റൽ വേൾഡിൽ കൂടെയാണ്, ടെക്നിക്കൽ വേൾഡിൽ കൂടെയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എങ്ങനെ തയ്യാറാക്കണം, എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി എങ്ങനെ നടക്കണം. ഒപ്പം തന്നെ നമ്മുടെ നാടിന്ന് അനുഭവിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമുണ്ട്. ഒരു ദിവസം പോലും കടലോ കപ്പലോ അന്താരാഷ്ട്ര വ്യാപാരമോ അതിൻ്റെ ഗതിവിഗതികളിലോ പരിചയമില്ലാത്തവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലേക്ക് ഗവൺമെൻറ്റുകൾ നൽകപ്പെടുന്ന സ്കില്ലിംഗ് ആദായം വെച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ വിഴിഞ്ഞം വരുന്നു അല്ലെങ്കിൽ മറ്റു തുറമുഖങ്ങൾ വരുന്നു എന്നുള്ള തരത്തിലേക്ക് ഒരു നിലവാരവും ഇല്ലാത്ത തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോകുന്നു. അതിന് ഇമ്മീഡിയറ്റായിട്ട് ഗവൺമെൻറ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ മേഖലയിലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് പുതിയ സ്കില്ലിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. യൂണിവേഴ്സിറ്റിയിലെ പാഠ്യവിഷയത്തിനകത്തിലെ ആധുനിക കാലഘട്ടത്തിനകത്തിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ മാരിടൈം വിദ്യാഭ്യാസ രീതി നമ്മൾ കൊണ്ടുവരണം. അവിടെയും ഗവൺമെൻറ് ചെയ്യണം. 24/7 ആയിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും എക്സ്പോർട്ട് ഇമ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സർവീസിലേക്കോ വേണ്ട, അതായത് ഫോൺ വിളിച്ചാൽ കിട്ടുന്ന, മെയിൽ അയച്ചാൽ കിട്ടുന്ന, വാട്സാപ്പ് ചെയ്താൽ കിട്ടുന്ന മെസ്സേജുകൾ പാസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ സെൻറ്ററുകൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ ജില്ലകളിലും, കാരണം എങ്കിലേ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ. പ്ലാനിംഗ് ബോർഡിൽ നമ്മൾ മാരിടൈം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതായത് നമ്മുടെ സ്റ്റേറ്റ്, അത് മാരിടൈം എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു രാജ്യത്ത് മാത്രമല്ല. ഒരു രാജ്യം ഈ 7 ഭൂഖണ്ഡത്തിൽ, കഴിഞ്ഞ ദിവസം തന്നെ വന്ന പത്രവാർത്ത എങ്ങനെയാണ്, 110 പോർട്ടുകളുമായിട്ട് ഈ പിന്നെ വിഴിഞ്ഞം ബന്ധപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം 6 ഭൂഖണ്ഡവുമായിട്ട് വ്യാപാരം. അപ്പം 6 ഭൂഖണ്ഡം അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് വ്യാപാരം നടത്തുമ്പോൾ അതിന് പദ്ധതികൾ തയ്യാറാക്കുന്ന പ്ലാനിംഗ് ബോർഡ് കൃത്യമായിട്ടും മാരിടൈം പ്രൊഫഷണൽസിനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മുടെ വിസിൽ, നമ്മളുടെ മാരിടൈം ബോർഡ് ഇത്തരത്തിലേക്കുള്ള സ്ഥാപനങ്ങളിൽ അവരാണല്ലോ ഇതിനെ മുന്നോട്ട് നയിക്കേണ്ട സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ അതോറിറ്റികൾ. 100% ഉറപ്പുവരുത്തണം. അതിൽ മിനിമം 70% ആൾക്കാർ എങ്കിലും ഓരോ പ്രത്യേക മേഖലയിൽ, കാരണം ഇതിൽ നിരവധി മേഖലകളുണ്ട്. കടൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ജിയോഗ്രഫി ഉണ്ട്, കണ്ടൽ വനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്, ഫിഷറീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ഡിവിഷനാണ്, ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പഠിക്കുന്ന വേറൊന്നാണ്, ഷിപ്പ് നാവിഗേഷൻ വേറൊന്നാണ്, ഷിപ്പ് ബിൽഡിംഗ് വേറെ സബ്ജക്റ്റുകളാണ്. അങ്ങനെ ഓരോ ലോജിസ്റ്റിക്സ് വേറെയാണ്, മാരിടൈം ലോ വേറെയാണ്. അതാത് മേഖലയിലെ ഓരോ മേഖലയിലെ ഡൊമൈൻ നോളജ് ഉള്ളവരെ കൊണ്ടുവന്ന് പ്രത്യേകം ഇതിനകത്തിൽ വിന്യസിക്കണം. അതല്ല എങ്കിൽ, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് മാരിടൈമാണ്, ഞാൻ ഒരു പുസ്തകം എടുത്തു വെച്ച് പഠിച്ചോ ChatGPT ഉപയോഗിച്ചോ കുറച്ച് മെഡിക്കൽ സയൻസിനെ കുറിച്ച് പഠിച്ചിട്ട് നാളെ പോയിട്ട് MBBSന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ, അല്ലെ അതിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും ഗൈനോക്കോളജി ഉണ്ട്, റേഡിയോളജി ഉണ്ട്, പാരസെറ്റാമോൾ ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. എന്താ പാരസെറ്റാമോൾ എന്ന് ചോദിച്ചാൽ പിന്നീട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ദയനീയാവസ്ഥ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാകരുത്. കൃത്യമായിട്ടും ആ മേഖലയിൽ അങ്ങനെ ഓരോ മേഖലയും, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സെക്ടേഴ്സുകളും, അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഏറ്റവും പ്രധാനമായിട്ട് നാം വിഴിഞ്ഞം തുറമുഖമല്ല കേരളത്തിലെ മാരിടൈം തുറമുഖം വിജയിക്കണം എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മൈലി ഫേസ് ആയിരിക്കണം. കറപ്റ്റഡ് അല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം.
ഇത് നമ്മുടെയും നമ്മുടെ തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുള്ള ബ്രെഡും ബട്ടറും നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്രെയിനും മണി ട്രെയിനും നമ്മുടെ ആൾക്കാർ ചെറുപ്പക്കാരെല്ലാം ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്നതും നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് വിദേശത്തേക്ക് പോകുന്ന പ്രവണത മാറ്റി നമ്മുടെ നാട്ടിലേക്ക് തൊഴിലവസരം കൊണ്ടുവരുന്നത് എന്നുള്ള തരത്തിലേക്ക് ഉദ്യോഗ തലത്തിനകത്തിലും സാമൂഹ്യ പ്രവർത്തകരുടെ തലത്തിലും ഗവൺമെൻറ് തലത്തിനകത്തിലും ജനങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും അത്തരത്തിലേക്കുള്ള ഒരു ഒന്നിച്ചുള്ള മൂവ്മെൻറ്റ്, ഒരു ഗവൺമെൻറ്റിന് ഒറ്റയ്ക്കോ വിഴിഞ്ഞം പോർട്ട് അതോറിറ്റിക്ക് ഒറ്റയ്ക്കോ അദാനി പോർട്ട് അതോറിറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതോറിറ്റിക്ക് മാത്രമായിട്ട് ഒരു തുറമുഖത്തെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ജനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം വേണ്ട ഇൻഗ്രീഡിയൻസുകളും ഒന്നിച്ച് ബ്ലെൻഡായാൽ മാത്രമേ വിഴിഞ്ഞം അല്ലെങ്കിൽ മാരിടൈം സെക്ടർ കേരളത്തിൻ്റെ ഒരു വലിയ വിഭവത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സോഴ്സായിട്ട് മാറത്തുള്ളൂ, അവസരങ്ങളുടെ തുറമുഖമായിട്ട് മാറുകയുള്ളൂ. എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് കൃത്യമായ ഒരു ഘടനയുണ്ട്. ആ ഘടനയ്ക്ക് അനുസരിച്ച് വേണം സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുവാൻ. അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മിഷൻ സമുദ്ര അടക്കമുള്ള പദ്ധതികൾ വി ഡി സതീശൻ്റെ മുൻപിലേക്ക് വെച്ചതും അത്തരത്തിലൊരു ആശയം പ്രകടിപ്പിച്ചതും നാണു വിശ്വനാഥൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാണു വിശ്വനാഥൻ്റെ എല്ലാ വിവരങ്ങളും തേടിക്കൊണ്ടാണ് ഈ ഒരു മിഷൻ സമുദ്ര മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചതും ഇനി വരും നാളുകളിലും തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നാണു വിശ്വനാഥനിൽ നിന്നും ആരായുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.